അതിലേ പോ. അവൻ നോക്കിയതും പോലീസുകാർ തമ്മിൽ വെടിവെക്കുന്നു. ആരാവൻ? ആ ചെറുക്കം പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. എന്താ ഇതൊക്കെ? അത് ഹിപ്നോട്ടിസമാണ്. ദൃഷ്ടിമർമ്മം ഇവിടെ നിന്നും പോയൊരു കലയാണ്. എന്നാ ചൈനയിൽ നിന്നും എന്തിനായിരിക്കും അവൻ വന്നത്? അവൻ നമ്മളെ കൊല്ലേണ്ട കാര്യം എന്താന്നറിയുന്നില്ലല്ലോ. ഓട്ടോ തിരിച്ചുവിടെ. ഫോളോ ചെയ്യണം. ഓട്ടോ തിരിക്കാനാ പറഞ്ഞേ. എന്തിനു വേണ്ടി? ഇപ്പോഴല്ലേ അവന്റെ അടുത്ത് രക്ഷപ്പെട്ട് വന്നത്. അവൻ എവിടുന്നാ വന്നത്, എന്തിനാ ഫോളോ ചെയ്യുന്നത് ഒന്നും അറിയില്ല. എന്താന്ന് അറിയണ്ടേ? ഓട്ടോ തിരിച്ചുവിടെ. അരവിന്ദ്, അരവിന്ദ് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അരവിന്ദ്, ഇത് അപകടം പിടിച്ചതാണ്. അവനാ അത്. ആ വണ്ടി ഫോളോ ചെയ്യണം. വേഗം തിരികെ. അവനെ സഹായിക്കുന്ന ആരോ ഇവിടെയുണ്ട്. ഇത് നിന്റെ പ്രൊഫസറല്ലേ? അരവിന്ദ്, അകത്തേക്ക് വാ വേഗം. ഇവിടെ ആരുമില്ല. സെറ്റപ്പ് ആണല്ലോ. ഇതൊരു പ്രൊഫസറിന്റെ വീടാണെന്ന് തോന്നുന്നു. ഓക്കെ, അവരെപ്പോഴാ വരുന്നേന്നറിയില്ല. അതിനു മുമ്പ് പെട്ടെന്നാവട്ടെ. ഒന്നും പറയാതെ തേടാൻ പറഞ്ഞ എന്ത് തേടാനാ? ചൈനക്കാരനും പ്രൊഫസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയേണ്ടത്. ഏതെങ്കിലും ചെറിയ സാധനങ്ങൾക്ക് പോലും സംശയം ഉണ്ടായാൽ എന്നോട് പറയും. ഓക്കെ? Oh God. അരവിന്ദ്, അരവിന്ദ്, അയാൾ എപ്പോഴാ വരുന്നെന്നുള്ള ടെൻഷനിലാ ഞാനുള്ളത്. ഏതെങ്കിലും മേശയിലോ അലമാരിലോ നോക്കാനുള്ളതിന് നീ ഇങ്ങനെ ചവിട്ടിയോട്ടേല്. ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവം അറിയണമെങ്കിൽ അയാൾ വായിക്കുന്ന ബുക്ക് നോക്കണം. പിന്നെ ചീത്ത സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ചവറ്റുകൊട്ട നോക്കിയാൽ മതി. ട്രാഷില് 2 മെയിലുണ്ട്. ഓപ്പറേഷൻ റെഡ് എന്ന് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് എന്തോ ചെയ്യാൻ പോകുകയാ. അതിനായിട്ട് ഡോങ്ലി എന്ന് പറയുന്ന ഒരുത്തിനെ അയച്ചിട്ടുണ്ട്. ഈ ചൈനക്കാരന്റെ പേരായിരിക്കും ഡോങ്ലി എന്ന്. എന്നാ ഈ പ്രൊഫസറിന് എന്ത് ലിങ്ക് ആയിരിക്കും ഇവനായിട്ട്? ഇന്ത്യൻ മണിയിൽ 300 കോടി ഇല്ലീഗലായിട്ട് കൊടുത്തിട്ടുണ്ട്. 300 കോടിയോ? ഈ ഫയലിന്റെ കോപ്പി ഞാൻ എന്റെ മെയിലിലോട്ടൊന്ന് അയക്കട്ടെ. ഇതെന്തോ ഒരു വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നല്ലോ. യാ, നാളെ പ്രൊഫസറിനെ കോളേജിൽ മീറ്റ് ചെയ്യാം. ഈ മെയിൽ നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വരട്ടിയാ എല്ലാ സത്യവും പുറത്തു വരും. One second. It's who? Shubha. Talk to her. Hello sir, sorry to disturb you.
നാളെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് സാറിനൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ആ അതെ, ആ റിസർച്ചിനെ കുറിച്ച് തന്നെയാ പറയാനുള്ളത്. 1 minute, Shubha. She wants to meet me in my department tomorrow. ഐഡിയ ചോദിക്കുക. നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയല്ലേ. ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണ്ട, ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ വരാൻ പറയും. ശുഭ, നാളെ നമുക്ക് ആൾവാറപ്പെട്ട് സിഗ്നലിനടുത്ത് മീറ്റ് ചെയ്താലോ? 9 മണിക്ക്. ഓക്കെ? അവിടെ ഏതെങ്കിലും കോഫി ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. നാളെ 9 മണിക്ക് ആൽവാർപേട്ട് സിഗ്നലിന്റെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. വലയിൽ ആരാ കുടുങ്ങാൻ പോകുന്നത് നമുക്ക് നോക്കാം. കുറച്ചു കാലമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫാമിലിയൊക്കെ എവിടെയാണ്? ഇവിടെ തന്നെയാണോ? ഇപ്പോഴാണോ നിനക്ക് ഇതെല്ലാം ചോദിക്കാൻ തോന്നിയത്? അച്ഛൻ തഞ്ചാവൂരിലൊരു വലിയ സിദ്ധവൈദ്യനാ. നല്ല കഴിവുള്ള ആളാ. വലിയ വലിയ ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ട് കളഞ്ഞ കേസൊക്കെ സാധാരണയായിട്ട് അച്ഛൻ ഗുണപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് മറ്റുള്ള ഡോക്ടേഴ്സിന് അത് തടസ്സമായി വന്നതുകൊണ്ട് എൻ്റെ അച്ഛനൊരു വ്യാജ ഡോക്ടറാണ്, പഠിക്കാതെയാണ് ചികിത്സിക്കുന്നതെന്ന് പറഞ്ഞ് 3 കൊല്ലത്തേക്ക് ജയിലിലാക്കുകയായിരുന്നു. അങ്ങനെ മനപ്രയാസത്താൽ അച്ഛൻ കുറച്ചു നാൾക്ക് ശേഷം മരിക്കുകയായിരുന്നു. ഇപ്പോൾ തഞ്ചാവൂരിലുള്ള ഞങ്ങളുടെ വൈദ്യശാല ഒരു ലോഡ്ജാണ്. എനിക്ക് വാടക കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. നല്ല ക്ഷീണമുണ്ട് അരവിന്ദ്. കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം. നീ ഉറങ്ങരുതേ പ്ലീസ്. ഈ സമയത്ത് ഫോർവേഡ് മെസ്സേജോ? സബ്സ്ക്രൈബർ ഈസ് സ്ലീപ്പിംഗ്. According to the James version, a liquid starch of the DNA allows to extract the DNA and club them together. So why this? We can also isolate. എത്രയും പെട്ടെന്ന് റൈസ് അവോയ്ഡ് ചെയ്യണം. വീണ്ടും പവർ യോഗയ്ക്ക് പോകണം. കുളിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കിയ തടി വെച്ചത് പോലെയുണ്ട്. ഇന്ന് അബിയും ഞാനും ഭയങ്കര വഴക്കിട്ടു. അരവിന്ദിനെ അവൾക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ പോയി അവൻ്റെ അടുത്ത് പറയണമെന്ന്. കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം നിനക്ക് അവനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുക. എന്താ, എനിക്ക് സ്നേഹിച്ചൂടെ? അവനെന്തോ ലവ് ഫെയിലിയർ മൂഡിൽ റിസർച്ചിന് സമ്മതിച്ചു. എന്നാൽ അത് വെച്ച് ഇപ്പൊ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് അവനോട് ലവ് ഒന്നുമില്ല. അവൻ കൂടെയുള്ള സമയത്ത് ഒരു സന്തോഷമുണ്ട്, പിന്നെ ധൈര്യം തോന്നുന്നുണ്ട്. റിസർച്ച് കഴിഞ്ഞു കഴിയുമ്പം നോക്കാം. അത് ഫോണ് ബീപ്പ് 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 ഫോർവേഡ് വന്നപ്പോ ഞാൻ അല്ല ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മെസ്സേജ് വന്നപ്പോ ഞാൻ ബീപ്പ് കേട്ടു. മറക്കാനാകുമോ നിൻ പാട്ടിൻ
കിളിയായി പറന്നിടാം നിൻചാരെ വന്നിടാം ഇനി മോഹമുണത്തില്ലേ പൊന്നിൻ കിനാക്കളായി ഇനിയൊന്നെന്നരികെ വരൂ നീ എന്നെൻ ഹൃദയത്തിൽ ഒരു കൂടൊരുക്കിയില്ലേ മുത്തുച്ചിപ്പി പോലെ നിന്നെ കാത്തിടാം ഞാൻ പെണ്ണാളെ സ്നേഹത്തുമ്പി പൂക്കൾ തേടി പാറി പാറി വന്നില്ലേ മേലെ മേലേക്കുയരാം പാറി പോയിടാം നാം ഏലമാ, ഏല ഏലമാ, ചൊല്ലിടുമോ ഉള്ളം തുള്ളുമോ എന്നോമലേ ഇന്നെന്നരികെ വാ ഈ നാളുകൾ മറക്കാനാവുമോ നിൻ പാട്ടിൻ നീളമോ അത് കേൾക്കാം ഇന്ന് രസിക്കാം ഇനി നിന്നെ പുൽകിടാം ഈ സ്വപ്നക്കൂട്ട് മയങ്ങാം പൊന്മാനായി മാനം നീള ഇനി പറക്കാം ചില നേരം കാതോർത്തിടാം ഈ പ്രണയം കൈമാറിടാം ഇനി മധുരം നൽകിയിടുമോ പ്രിയനെ നീ കൂടെ വാ ഓലത്തുമ്പത്ത് ഇനി ഊഞ്ഞാലാടാമോ നിന്നിഴലായി കൂടെ വരാം നീ എന്നും എന്റെ ഇതല്ലേ പറയുവാനാവുകില്ല എൻ മനസ്സ് വിങ്ങുന്നു മധുരമോ ഇനി നേരം പൂത്താലങ്ങൾ തീർത്തിടാം മറക്കുവാനാവുകില്ല നിന്റെ കാൽ കൊഞ്ചലുകൾ എല്ലേലമാ ഏല ഏലമാ, ചൊല്ലിടുമോ ഉള്ളം തുള്ളുമോ എന്നോമലേ ഇന്നരികിൽ വാ ഈ നാളുകൾ മറക്കാനാകുമോ നിൻ പാട്ടിൻ നീളമോ അത് കേൾക്കാം നിന്നെ രസിക്കാം ഇനി നിന്നെ പുൽകിടാം ഈ സ്വപ്നക്കൂട്ടിൽ മയങ്ങാം പൊന്മാനായി വാനം നീള ഇനി പറക്കാം എവിടെയൊക്കെ ടിക്കറ്റ് പോസ്റ്റ് ഓഫീസ്. ഹലോ ആ ശുഭ എവിടെയുള്ള നീ? ലീവ് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് രാവിലെ പോയതല്ലേ? 9 o'clock പ്രൊഫസറിനെ മീറ്റ് ചെയ്യാനുള്ളതാ. ഇപ്പൊ 9:10. ആ ഞാൻ ബസ്സിൽ വന്നോണ്ടിരിക്കുക. ബസ്സിലാണെന്നോ? കുറച്ചെങ്കിലും സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുവാ. ഓക്കെ, പ്രൊഫസറിനെ എങ്ങനെയാ മീറ്റ് ചെയ്യുന്നത്? ഡോങ്ലി അവന്റെ കൂടെ തന്നെ കാണില്ലേ? ആ പ്രൊഫസറിന്റെ നമ്പർ ഉണ്ടല്ലോ, അതെനിക്കൊന്ന് SMS അയക്കേ.